റിയാദിൽ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ഗൾഫ് മലയാളി ഫെഡറേഷൻ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലധികം തൊഴിലാളികൾ നോമ്പുതുറയുടെ ഭാഗമായി. ഭക്ഷ്യസമൃദ്ധി നിറഞ്ഞൊഴുകുന്ന ആർഭാടകരമായ ഇഫ്താർ വിരുന്നുകൾക്കിടയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു നോമ്പുതുറ പരിപാടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ഒരു പറ്റം തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദ് ചാപ്റ്റർ ഇത്തവണ നടത്തിയ ഇഫ്താർ വിരുന്ന്. നഗരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കൃഷിയിടങ്ങളിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു അതിഥികൾ. हम लोग यहाँ 30 साल से काम करता है और बहुत अच्छा सा प्रोग्राम अच्छा हुआ, अच्छा फैशन हुआ, बहुत खाना पीना केला उला बहुत मिला, बिरयानी बहुत खाना अच्छा मिला। आज हम लोग को अभी कभी नहीं मिला था इधर, आज बहुत अच्छा से मिला है, हम लोग बहुत खाया आज. കന്നുകാലികളെ മേച്ചും കൃഷിപ്പണികൾ ചെയ്തും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന തൊഴിലാളികളാണ് ഇവർ. ഇന്ത്യക്കാർക്ക് പുറമെ യമൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഈജിപ്ത്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും ഇക്കൂട്ടത്തിലുണ്ട്. റിയാദ് പൊതുസമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊപ്പം ചേർന്നിരുന്നുകൊണ്ടാണ് ഇവർ നോമ്പുതുറ വിഭവങ്ങളുടെ പുതുരുചി നുകർന്നത്. കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പിലും മനസ്സിൽ പ്രാരാബ്ധങ്ങളുടെ പൊള്ളുന്ന ചൂടുമായി കഴിയുന്ന ഇവർക്ക് ഏറെ സാന്ത്വനം പകരുന്നതായിരുന്നു ഈ ചേർത്തുപിടിക്കൽ. പ്രത്യേകത ഇതിനുള്ളത് സാധാരണ വലിയ ഹോട്ടലുകളിലും ഹാളുകളിലും അല്ലെങ്കിൽ മോളുകളിലും ഒക്കെയാണ് സാധാരണ ഈ നഗരത്തിൽ ഇഫ്താർ ആഘോഷിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അവരുടെ ഇടയ്ക്ക് തൊഴിലാളികൾക്ക് ഇടയിലേക്ക് ചെന്ന് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവരുടെ സ്ഥലത്ത് കൊണ്ടുകൊടുത്ത് അവരുടെ താമസ സ്ഥലത്ത് കൊണ്ടുകൊടുത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് പിരിയുന്ന അതിമനോഹരമായ ഒരു നിമിഷമായിരുന്നു ഇന്ന് സായാഹ്നത്തിൽ ഇവിടെ സംഭവിച്ചത്. ഗൾഫ് മലയാളി ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിന് ചെയർമാൻ റാഫി പാങ്ങോട്, റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മഠത്തിൽ, സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ അസീസ് പവിത്ര, മീഡിയ കോർഡിനേറ്റർ ജെയിൻ കൊടുങ്ങല്ലൂർ, സെക്രട്ടറി ടോം ചാമക്കാലയിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ ജയചന്ദ്രൻ, ഫോർക്ക ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത്, അലക്സ് കൊട്ടാരക്കര എന്നിവർ ഉൾപ്പെടെ റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ പങ്കുചേർന്നു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്.